ഇന്നൊരു കലക്കൻ ചെമ്മീൻ റോസ്റ്റ് ആയാലോ? ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളിവിടെ ചെമ്മീൻ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് പൊടികൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണേ. ഇതെന്തൊക്കെ പൊടികളാണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാട്ടോ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് നാരങ്ങാനീരും വെളിച്ചെണ്ണയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ പൊടികളെല്ലാം മിക്സ് ചെയ്ത് ചെമ്മീനും കൂടെ അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ചെമ്മീൻ നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിക്കകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. ചെമ്മീൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഈ പൊടികളെല്ലാം ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയെ ഒഴിച്ചിട്ട് ഈ ചെമ്മീനൊന്ന് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഭയങ്കര ഡീപ്പ് ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചെമ്മീനൊന്ന് വേകുന്ന പോലത്തെ പൊടിയെല്ലാം ചെമ്മീനിലേക്കൊന്ന് പിടിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ എണ്ണ ഒഴിച്ചു, അതിനകത്തേക്ക് ഈ ചെമ്മീനെല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീനെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു സൈഡായി കഴിയുമ്പം അടുത്ത സൈഡും കൂടെ മറിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചെമ്മീൻ എടുക്കാമേ. ഡീപ്പ് ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. ചെമ്മീനെല്ലാം നമ്മളെടുത്ത് മാറ്റിയിട്ട് ഇനി ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഈ ഒരു അരപ്പിൻ്റെ ഈ എണ്ണയിൽ തന്നെ നമ്മൾ സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ കീറിയിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ആവശ്യമാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്നിടം വരെ നന്നായിട്ടൊന്ന് സവോള വഴറ്റിയെടുക്കണം. നമ്മളിതിൽ വേറെ പൊടികളൊന്നും ഇനി ചേർക്കുന്നില്ല. നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുത്ത ആ പൊടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ വേറെ പൊടികളൊന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു തക്കാളി കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി തക്കാളി ഒന്ന് വേകുന്നിടം വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. തക്കാളി എല്ലാം ഒന്ന് എടുത്ത് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളി എല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനും കൂടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഇനി ജസ്റ്റ് ഒന്ന് അധികം തിളയ്ക്കണ്ട, ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫാക്കി വെക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഓഫാക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.